ശബ്ദങ്ങൾക്ക് നമ്മളെ മാറ്റാൻ കഴിയുമോ? ഞാൻ വെറും പാട്ടുകളെയോ സംഭാഷണങ്ങളെയോ കുറിച്ചല്ല കേട്ടോ സംസാരിക്കുന്നത്. അല്ല, അതിനും അപ്പുറം. പ്രപഞ്ചത്തിന്റെ ആ ഒരു എനർജിയില്ലേ, അതുമായി നമ്മളെ കണക്ട് ചെയ്യാൻ പവറുണ്ട് എന്ന് വിശ്വസിക്കുന്ന പുരാതന മന്ത്രങ്ങളെക്കുറിച്ചാണ്. അപ്പോ ഇന്ന് നമുക്ക് ശിവനുമായി ബന്ധപ്പെട്ട അങ്ങനെയുള്ള 2 പുണ്യനാദങ്ങളുടെ ആഴങ്ങളിലേക്ക് ഒന്നിറങ്ങിച്ചെല്ലാം. ഈ ചോദ്യം ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു ശബ്ദത്തിന് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പറ്റുമോ? ശരിക്കും പറ്റില്ലേ? ഒരു നല്ല പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ മൂഡ് മാറുന്നത് പോലെ. അപ്പോ ഒന്ന് ഓർത്തു നോക്കൂ, ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഒരു പ്രത്യേക ലക്ഷ്യത്തോടെ ഒരു പ്രത്യേക രീതിയിൽ ഉരുടുന്ന ഒരു മന്ത്രത്തിന് അതിനെത്രത്തോളം പവറുണ്ടാകും? നമ്മളെ ശിവൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഈ രൂപമായിരിക്കും, അല്ലേ? പക്ഷെ സംഭവം അതിലും എത്രയോ വലുതാണ്. പുരാതന ഗ്രന്ഥങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ശിവൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല, അതൊരു പ്രിൻസിപ്പിളാണ്. ഒരു കോസ്മിക് പ്രിൻസിപ്പിൾ. രൂപമില്ല, പക്ഷെ എല്ലായിടത്തുമുണ്ട്. അങ്ങനെയൊരു ബേസിക് എനർജി. അപ്പോ ഈ മന്ത്രങ്ങളുടെ പവർ ശരിക്കും മനസ്സിലാക്കണമെങ്കിലേ അത് നമ്മളെ ഏത് എനർജിയിലേക്കാണോ കണക്ട് ചെയ്യുന്നത് ആ ഒരു ബേസിക് പ്രിൻസിപ്പിളിനെ കുറിച്ച് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതാണ് ശിവതത്വം. അപ്പോ എന്താണ് ഈ ശിവതത്വം? വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇതൊരു ആളല്ല, പ്രപഞ്ചത്തിന്റെ ഒരു ഫണ്ടമെന്റൽ പ്രിൻസിപ്പിളാണ്. അതായത് എല്ലാം എവിടെ നിന്നാണോ ഉണ്ടായത്, എന്തിലാണോ നിലനിൽക്കുന്നത്, അവസാനം എവിടെയാണോ ലയിച്ചു ചേരുന്നത്, ആ ഒരു അൾട്ടിമേറ്റ് കോൺഷ്യസ്നെസ്, പ്രപഞ്ചത്തിന്റെ ഒരു ലൈഫ് ഫോഴ്സ്, അത്രയുള്ളൂ. ശിവതത്വത്തിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതിലെ പാരഡോക്സുകളാണ്, വൈരുദ്ധ്യങ്ങൾ. നോക്കൂ, ഒരേ സമയം ശാന്തനായി ധ്യാനിക്കുന്ന ആളുമാണ്, അതേസമയം താണ്ഡവം ചെയ്യുന്ന ഊർജ്ജസ്വലനായ നർത്തകനുമാണ്. സംഹാരമൂർത്തിയായ രുദ്രനുമാണ്, അതേസമയം ഏറ്റവും നിഷ്കളങ്കനായ ഭോലേനാഥുമാണ്. അപ്പോൾ ഈ വിപരീതങ്ങൾ യഥാർത്ഥത്തിൽ എന്താ കാണിക്കുന്നത്? ജീവിതത്തിന്റെ എല്ലാ വശങ്ങളെയും ഉൾക്കൊള്ളുന്ന ആ ഒരു കംപ്ലീറ്റ്നെസ്സാണ്. ഈ ആശയം കുറച്ചുകൂടി സിമ്പിളാക്കാൻ ശിവന്റെ കയ്യിലെ ത്രിശൂലം നമ്മളെ സഹായിക്കും. ഇതൊരു വെറും ആയുധമല്ല കേട്ടോ. നമുക്കെല്ലാവർക്കും 3 അവസ്ഥകളുണ്ടല്ലേ? ഉണർന്നിരിക്കുന്ന അവസ്ഥ, സ്വപ്നം കാണുന്ന അവസ്ഥ, പിന്നെ നല്ല ഉറക്കത്തിലുള്ള അവസ്ഥ. ത്രിശൂലം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്താന്ന് വെച്ചാല് ശിവതത്വം എന്ന് പറയുന്നത് ഈ 3 അവസ്ഥകൾക്കും അപ്പുറത്തുള്ള 4മതൊരു തലമാണ് എന്നാണ്. ഓക്കെ, അപ്പോ ശിവതത്വം എന്ന ആ ഒരു ബേസിക് എനർജിയെക്കുറിച്ച് നമുക്കിപ്പോൾ ഒരു ഐഡിയ കിട്ടി. ഇനി അടുത്ത ചോദ്യം, ആ എനർജിയുമായി നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യും? അതിനുള്ള ടൂൾസാണ് മന്ത്രങ്ങൾ. അപ്പോൾ നമ്മൾ ഈ വിശദീകരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കടക്കുകയാണ്. ഒരു മന്ത്രം എന്ന് പറയുന്നത് വെറും കുറച്ചു വാക്കുകളല്ല. അതിനെ ഒരു താക്കോല് പോലെ കണക്കാക്കാം, അല്ലെങ്കിൽ ഒരു ട്യൂണിംഗ് ഫോർക്ക് പോലെ. അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ ഒരു പ്രത്യേക ഫ്രീക്വൻസിയിലേക്ക് അത് ട്യൂൺ ചെയ്യും. ഒരു ഉയർന്ന ബോധത്തിലേക്കുള്ള വാതിൽ തുറക്കുന്ന ഒരു സൗണ്ട് കീ, അങ്ങനെ വേണമെങ്കിൽ പറയാം. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു മന്ത്രമാണ്. അതിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ അതിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവും. മഹാമൃത്യുഞ്ജയ മന്ത്രം, അതായത് മരണത്തെ അതിജീവിക്കുന്ന മഹത്തായ മന്ത്രം. ഇതാണ് ആ മന്ത്രം, മഹാമൃത്യുഞ്ജയ മന്ത്രം. ഇതിലെ ഓരോ വാക്കിനും ഓരോ ശബ്ദത്തിനും അതിൻ്റേതായ ഒരു പ്രത്യേക വൈബ്രേഷനുണ്ട്. വളരെ പുരാതനമായ ഋഗ്വേദത്തിലാണ് ഇതിന്റെ ഉത്ഭവം. ഈ പേരിന്റെ അർത്ഥം തന്നെ ഭയങ്കര പവർഫുള്ളാണ്, അല്ലേ? മഹാമൃത്യുഞ്ജയൻ, അതായത് മരണത്തെ ജയിച്ച മഹാൻ. ഇത് ശിവന്റെ ത്രയംബകൻ എന്ന രൂപത്തിനാണ് സമർപ്പിച്ചിരിക്കുന്നത്, 3ാം കണ്ണു തുറന്ന ആ രൂപം. അപ്പോ ഭയത്തെയും രോഗങ്ങളെയും ഒക്കെ മറികടക്കാനുള്ള ശക്തി തരുന്ന ഒരു മന്ത്രമായിട്ടാണ് ഇതിനെ കാണുന്നത്. ഈ മന്ത്രം ജപിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ ഒരുപാടുണ്ട്. ഫിസിക്കൽ, മെന്റൽ ഹെൽത്ത്, ഭയത്തിൽ നിന്നുള്ള മോചനം, എന്തിന് ആത്യന്തികമായി മോക്ഷത്തിനു വരെ ഇത് ജപിക്കാറുണ്ട്. ഒരു വാക്കിൽ പറഞ്ഞാൽ ഇതൊരു സ്പിരിച്വൽ ഷീൽഡ് പോലെയാണ്, ഒരു സംരക്ഷണ കവചം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത മന്ത്രത്തിലേക്ക് പോകാം. ഒരുപക്ഷേ നമുക്കെല്ലാവർക്കും ഏറ്റവും കൂടുതൽ അറിയാവുന്ന ശിവമന്ത്രം ഇതായിരിക്കും. കേൾക്കാൻ വളരെ സിമ്പിളാണെങ്കിലും ഭയങ്കര പവർഫുള്ളാണ്. പേര് പറയുന്നത് പോലെ തന്നെ വെറും 5 അക്ഷരങ്ങളേ ഉള്ളൂ. പഞ്ചാക്ഷരി മന്ത്രം. ഓം നമഃ ശിവായ. ഈ മന്ത്രം കേൾക്കാത്തവർ വളരെ കുറവായിരിക്കും. ശൈവ പാരമ്പര്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ബേസിക് ആയിട്ടുള്ള മന്ത്രമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ഇതൊന്ന് നോക്കൂ, ഈ മന്ത്രത്തിന്റെ അർത്ഥം വളരെ സിമ്പിളായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന്റെ ആദ്യനാദമാണ്. നമാന്ന് വെച്ചാൽ ഞാൻ നമിക്കുന്നു അല്ലെങ്കിൽ സമർപ്പിക്കുന്നു. ശിവായ എന്ന് പറഞ്ഞാൽ ആ ദിവ്യബോധമായ ശിവൻ. അപ്പം മൊത്തത്തിൽ എന്താണർത്ഥം?
ആ ദിവ്യബോധത്തിന് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. അതാണിതിന്റെ പൊരുൾ. പക്ഷേ കഥ ഇവിടെ തീരുന്നില്ല. ഈ മന്ത്രത്തിന് ഇതിലും ആഴത്തിലുള്ളൊരു ലെയർ കൂടിയുണ്ട്. അതിലെ ആ 5 അക്ഷരങ്ങളില്ലേ, ന മ ഷി വ യ, അത് വെറും അക്ഷരങ്ങളല്ല. അവ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയിരിക്കുന്ന പഞ്ചഭൂതങ്ങളെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. അപ്പോ ഒന്ന് ഓർത്തു നോക്കൂ, ഓം നമ ശിവായ എന്ന് നമ്മൾ പറയുമ്പോൾ ശരിക്കും ചെയ്യുന്നത് പ്രപഞ്ചത്തിന്റെ ഈ അടിസ്ഥാന ഘടകങ്ങളുമായി കണക്ട് ചെയ്യാണ്. ഈ മന്ത്രം ജപിക്കുന്നതിന്റെ ഗുണങ്ങൾ നമ്മുടെ ഡെയിലി ലൈഫിൽ തന്നെ അറിയാൻ പറ്റുന്നവയാണ്. ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ മനസ്സിനെ ശാന്തമാക്കാൻ, ചുറ്റുമുള്ള നെഗറ്റീവ് എനർജി കുറയ്ക്കാൻ, പിന്നെ നമ്മുടെ ഫോക്കസും കോൺസെൻട്രേഷനുമൊക്കെ ഇംപ്രൂവ് ചെയ്യാനും ഇത് ശരിക്കും സഹായിക്കും. അപ്പോ ഇതിൽ നിന്നെല്ലാം നമ്മൾക്ക് എന്താ മനസ്സിലാക്കേണ്ടത്? ഈ പുണ്യനാദങ്ങൾ എന്ന് പറയുന്നത് വെറും ഒരു റിലീജിയസ് പ്രാക്ടീസ് മാത്രമല്ല. അതിനപ്പുറം നമ്മുടെ മനസ്സിനെയും ആത്മാവിനെയൊക്കെ റീചാർജ് ചെയ്യാനും പ്യൂരിഫൈ ചെയ്യാനുമുള്ള പവർഫുൾ ടൂൾസ് കൂടിയാണ്. ഇതൊന്ന് ശ്രദ്ധിക്കൂ. നമ്മൾ ഇതുവരെ പറഞ്ഞ 2 മന്ത്രങ്ങളെയും ഇത് വളരെ വ്യക്തമായിട്ട് സംഗ്രഹിക്കുന്നുണ്ട്. മഹാമൃത്യുഞ്ജയ മന്ത്രം ഒരു പ്രൊട്ടക്റ്റീവ് ഷീൽഡ് പോലെയാണെങ്കിൽ, ഓം നമഃ ശിവായ ആ ദിവ്യബോധവുമായി ഒരു കണക്ഷൻ ഉണ്ടാക്കാനാണ് സഹായിക്കുന്നത്. ഒന്ന് സംരക്ഷണത്തിന്, മറ്റൊന്ന് സമർപ്പണത്തിന്. രണ്ടിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. അവസാനം ഈ 2 മന്ത്രങ്ങളുടെയും ലക്ഷ്യം ഒന്ന് തന്നെയാണ്: നമ്മുടെ ഉള്ളിലും നമുക്ക് ചുറ്റിലും ഒരു പോസിറ്റീവ് എനർജിയുടെ വലയമുണ്ടാക്കുക. ഇന്നത്തെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമുക്കെല്ലാവർക്കും ഏറ്റവും വേണ്ടതും അതുതന്നെയല്ലേ? ഒരു ഇന്നർ പീസ്, ഒരു സ്റ്റെബിലിറ്റി. അത് കണ്ടെത്താൻ ഇവ നമ്മളെ സഹായിക്കും. അപ്പോ ഈ വിവരണം ഇവിടെ നിർത്തുമ്പോൾ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്കായി വിട്ടുതരികയാണ്. നമ്മുടെ ലോകം എപ്പോഴും ബഹളമാണ്, അല്ലേ? ഫോണിലെ നോട്ടിഫിക്കേഷനുകൾ, ട്രാഫിക്, സംസാരങ്ങൾ, അങ്ങനെ എപ്പോഴും ശബ്ദകോലാഹലങ്ങൾ. ഇതിനിടയിൽ നമ്മൾ മനഃപൂർവ്വം തിരഞ്ഞെടുക്കുന്ന ഒരൊറ്റ ശബ്ദത്തിന്, ഒരു മന്ത്രത്തിന് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും? ഒന്ന് ആലോചിച്ചു നോക്കൂ.